ഇറാൻ ഇസ്രയേൽ സംഘർഷം കടുക്കുന്നതിൽ കടുത്ത ആശങ്കയിലാണ് ഇന്ത്യ. വലിയ യുദ്ധമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം മാറുമോ എന്നാണ് ഇന്ത്യയുടെ ആശങ്ക. ഇറാൻ വ്യോമമേഖല അടച്ചത് പോലും ഇന്ത്യയെ ബാധിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചത്. സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിക്കിടെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അറിയിക്കും. ഇസ്രയേലിലെയും ഇറാനിലെയും ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണമായ കേന്ദ്രങ്ങൾ നദാൻസിൽ നാശനഷ്ടം ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. മാക്സർ ടെക്നോളജീസ് ആണ് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ് നാശം വിതച്ചത്. നദാൻസ് ആണവ കേന്ദ്രത്തിൽ ആക്രമണത്തിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ആഗോളതലത്തിലെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇറാൻ ആണവായുധ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേലിന്റെ ആരോപണം. എന്നാൽ ആണവ പദ്ധതികൾ ജനോപകാരത്തിന് മാത്രമായാണ് എന്നാണ് ഇറാന്റെ വാദം. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായ നദാൻസിലും ഫോർഡോയിലും ഇസ്ഫഹാനിലും യുറേനിയം കേന്ദ്രത്തിനും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. നദാൻസ് ആണവ കേന്ദ്രത്തിന്റെ ഭൂമിക്ക് മുകളിലുള്ള ഭാഗമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നത്. ആണവ കേന്ദ്രങ്ങൾ ഒരിക്കലും ആക്രമിക്കപ്പെടരുതെന്നും അങ്ങനെ ചെയ്താൽ ഇറാൻ ജനതയ്ക്ക് മാത്രമല്ല രാജ്യത്തിനും മേഖലയ്ക്ക് അപ്പുറത്തേക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് IAEA മേധാവി റാഫേൽ ഗ്രോസി പ്രതികരിച്ചിരുന്നു. കേന്ദ്രത്തിൽ ഇതുവരെ റേഡിയേഷൻ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് റാഫേൽ ഗ്രോസി പറയുന്നു. അതേസമയം വൈദ്യുതി വിതരണത്തിന് വ്യാപകമായ തടസ്സമുണ്ടായി. തെഹ്റാനിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ അകലെയാണ് നദാൻസ് ആണവ കേന്ദ്രം. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഭൂമിക്കടിയിലാണ് പ്രവർത്തനം. നേരത്തെ 15 വർഷം മുമ്പ് കമ്പ്യൂട്ടർ വൈറസ് ആക്രമണം നേരിട്ടിട്ടുണ്ട്. ഇറാനിലെ ബദർ അബ്ബാസിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇന്നലെ രാത്രിയാണ് ഇറാനിലെ നാവിക സേനയുടെ പ്രധാന കേന്ദ്രമായ ബദർ അബ്ബാസിനെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്നലെ രാത്രിയാണ് ഇറാനിലെ നാവികസേനയുടെ പ്രധാന കേന്ദ്രമായ ബദർ അബ്ബാസിൽ ഇസ്രായേൽ ആക്രമണം നടന്നത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രതികരിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിലെ എണ്ണപ്പാടവും ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. പുഷ്ഹർ പ്രവിശ്യയിൽ പാർസ് റിഫൈനറിയിലാണ് ആക്രമണം ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡാണ് പാർസ് റിഫൈനറി.